അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് 1 മാർക്കിന്റെയും പിന്നെ 1/2 മാർക്കിന്റെയും സജഷൻസ് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓർക്കുക, 1 മാർക്കിന് നമുക്ക് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെയും പറഞ്ഞു എന്താണ് ഡീറ്റെയിൽ ആയിട്ടുള്ള കോംപ്രിഹെൻഷൻ പാസേജ്, അത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യമില്ല. പക്ഷേ 1 മാർക്കിന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിപ്പോർട്ടഡ് സ്പീച്ച് വരുന്നുണ്ടല്ലേ, ഒരു സെന്റൻസിന് 1 മാർക്ക് വീതമാണ് റിപ്പോർട്ട് ചെയ്യുന്നതിന് നമുക്ക് തരുന്നത്. അപ്പം റിപ്പോർട്ടഡ് സ്പീച്ച് എങ്ങനെയാണ് നമ്മളത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ഒരു സെന്റൻസിനെ മാറ്റുന്നത് എന്നൊക്കെയുള്ള ക്ലാസ്സുകൾ നമ്മൾ ലൈവിൽ എടുത്തിട്ടുണ്ട്. അപ്പം മക്കൾ ആ ലൈവ് പോയി കാണുക. എല്ലാ റൂൾസും റെഗുലേഷൻസും വെച്ച് മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മാത്രമല്ല നാളെ ഒരു ലൈവ് വരുന്നുണ്ട്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതും മക്കൾ ഓർത്തിരിക്കണം കേട്ടോ. ഇനി അടുത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എങ്ങനെയാണ് പാസീവ് വോയിസും ആക്റ്റീവ് വോയിസും എന്ന്. അപ്പം അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഉള്ളത് എന്താണ്, നമ്മുടെ എറർ ഐഡൻറ്റിഫിക്കേഷനിൽ കോൺകോഡ് ഉണ്ട്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റും കോൺകോഡും ഒന്ന് തന്നെയാണ്, അത് രണ്ടെണ്ണം അതുണ്ട്. പിന്നെ ആർട്ടിക്കിൾസ് ഉണ്ട്, പ്രിപ്പൊസിഷൻസ് ഉണ്ട്, പിന്നെ ടെൻസ് ഫോംസ് അല്ലെങ്കിൽ ഫോംസ് ഓഫ് വേർഡ്സ്, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. പിന്നെ ഒരു മാർക്ക് വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് WH ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനായിട്ട് ചോദ്യം വരുന്നുണ്ട്. അപ്പം നമുക്ക് പാരഗ്രാഫ് തരുന്നു, ആ പാരഗ്രാഫിൽ നിന്ന് 4 ചോദ്യം ഉണ്ടാക്കാൻ പറയുന്നു, ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതം. അപ്പം എങ്ങനെയാണ് നല്ലൊരു ചോദ്യം ഉണ്ടാക്കേണ്ടതെന്ന് നമ്മളെല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കണം. പിന്നെയുള്ളത് ക്വസ്റ്റ്യൻ ടാഗ്സ് ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട്, ക്വസ്റ്റ്യൻ ടാഗിൻ്റെ സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവും, സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവായിട്ട് മാറുന്നതായിരിക്കും. അപ്പം ഇതെല്ലാം നമ്മൾ മനസ്സിൽ വെക്കുക. ഓക്കെ.